ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും ആ പഴയ മനസ്സിൽ അങ്ങനെ പോവാണ്. അത് ഈ മാറ്റം ഉണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വരുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് എല്ലാവരും മാറിക്കൊണ്ട് ഈ മാറ്റം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വലിയ ഇടങ്ങേറുകളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നൊരു പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പം നിങ്ങൾ നിരീക്ഷിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ 10, 13, 14, 15 വയസ്സായ പെൺകുട്ടികളുണ്ട് നിങ്ങൾക്കൊക്കെ. നിങ്ങൾ ആ പെൺകുട്ടികളൊന്നും ഇങ്ങനെ ഇന്ന് പോയിട്ടൊന്നും ഇങ്ങനെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുന്നത്. നമ്മൾ പഴയ കാലത്തെ ചിന്താഗതികളോ വിചാരങ്ങളോ ഒന്നുമല്ല അവർക്കുള്ള കാര്യം. അവരുടെ മനസ്സുകളൊക്കെ ആകെ മാറി, സങ്കല്പങ്ങളാകെ മാറിയെന്നാണ്. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ സ്വാഭാവികമായും എന്തെങ്കിലും മൊത്തത്തിൽ ഞാൻ പെൺകുട്ടികളെ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും എന്താ വെച്ചാൽ ഒരു റിസ്ക് കൊടുക്കാതെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ജീവിക്കണം എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത്. മനസ്സിലായി? അതിന് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മളിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ലോകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ അതിനാണ് ഒരു പരിശ്രമിക്കണം, ഒരു അധ്വാനമല്ല. ഞാൻ പറഞ്ഞ ആ ഒരു മനസ്സ് എവിടെ എത്തിക്കുക എത്രമാത്രം എന്ന് വെച്ചാൽ ഉമ്മപ്പ അസുഖമായിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഇടങ്ങേറായി കിടക്കുകയാണെങ്കിലും എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം വേണം ഉമ്മാന്നോ അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കണമെന്നോ അപ്പുറത്ത് പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് തോന്നൂല. അതാണ് പുതിയ കാലം എന്ന് പറയുന്നത്. പഴയ കാലം അങ്ങനെയല്ലല്ലോ സുഹൃത്തുക്കളെ. പഴയ കാലം അങ്ങനെയാണോ? വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും പണിയെടുത്തിരുന്നത് മക്കളാണ് പണ്ടത്തെ കാലത്ത്. വാപ്പിമ്മയൊക്കെ വേണമെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഓല് നാട്ടിലെ കാരണന്മാരും യജമാനന്മാരായിട്ട് ചിലപ്പോൾ അവിടെ ഇരിക്കും. ഈ മരക്കളും മക്കളുമാണ് പഴയ കാലത്ത് പണിയെടുത്തിരുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ പറയുക, നമ്മൾക്ക് വയസ്സായി നമ്മൾ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മളെ മക്കൾക്കുള്ള കാര്യം ചെയ്തു കൊടുക്കേണ്ടി വരും. കാലത്തിന്റെ മാറ്റം അപ്പം എന്താ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാ മക്കളും മാറി എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ മാനസിക മാറ്റം കൊണ്ട് എന്തായാലും കെട്ടിച്ചോടത്ത് 2 ദിവസം തയ്ച്ച് നിൽക്കൂല, കിടപ്പ് പോരും. ഉമ്മ അവിടുത്തെ മാരില്ല, അവിടെ ശരിയാവില്ല കേട്ടോ. അപ്പൊ ഞമ്മക്കിപ്പോ ഇതിങ്ങനെ പറഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ്, അത് കല്യാണം കഴിച്ച വീട്, അതൊക്കെ നമ്മൾ അന്ന് ഒരു ദിവസം ക്ലാസ് എടുത്ത് കൊടുത്താലേ ഒക്കെ ശരി തന്നെ. കാരണം ഭർത്താവില്ലാതെ ജീവിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും അതുകൊണ്ട് ഞാൻ കാണുന്നില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു PSC ചെയ്തൊരു ജോലി ഇട്ടും ഞാൻ അങ്ങനെയാണ് ജീവിച്ച് പോയിക്കോളാ പറയും. അതൊക്കെ ഒന്ന് തിരുത്തി കൊടുക്കണമെങ്കിൽ അത് 2 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ടൊന്നും നടക്കണ കാര്യമില്ല. അത് എങ്ങനെ കുട്ടികൾക്ക് ഉണ്ടായി? കാരണം വെച്ചാൽ നമ്മളങ്ങനെ ജീവിപ്പിച്ച കുട്ടികളെ, നമ്മളങ്ങനെയാണ് കുട്ടികളെ ജീവിപ്പിച്ചത്. അവർക്ക് എന്താഗ്രഹമുണ്ടോ അത് അങ്ങനെ തന്നെ. ഒരു പ്രശ്നം മക്കളോട് എന്തെങ്കിലും ഒന്ന് പറയാൻ ധൈര്യമുള്ള മാതാപിതാക്കൾ ഇന്നില്ല. നിസ്കരിച്ചോന്ന് പോലും ചോദിക്കാനില്ല, അല്ലെങ്കിൽ അവരിടുന്ന തട്ടമൊന്ന് നേരെ ഇടുന്ന് പറയാനുള്ള ഒരു ധൈര്യം പോലും അപ്പൊ എന്താ, ഓരോരോ സൗകര്യം പോലെ ജീവിക്കും, അവരിഷ്ടം പോലെ ജീവിക്കും, അതിനനുവദിച്ച് കൊടുക്കുന്നവരാണ് നല്ലത്. അപ്പൊ നമ്മളെക്കാളും ഇഷ്ടം കുട്ടിയെക്കാരും വല്യമ്മാനും വല്യപ്പാനെയാണ്. എന്താ കാരണം? നമ്മളെക്കാളും ഇഷ്ടം എന്താ ഓരോണ്ടാകാൻ ഒരു നിലക്കും ഇടപെടില്ല. നമ്മൾ ചിലപ്പോൾ വല്ലാതെ മക്കളല്ലേ, വല്ലാതെ ഇടങ്ങാറാവുമ്പോൾ എന്താ വെച്ചാൽ നിസ്കരിച്ചു വാ നിലപ്പോൾ കുറച്ച് കർശനമായിട്ട് പറയും. വല്യപ്പി അതും പറയില്ല. അപ്പൊ എന്താ വെച്ചാൽ ആരാണോ അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് അവരെയാണ് അവർക്ക് ഇഷ്ടം. ഈ പോക്കെന്താരെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. ഒരു ജോലിക്ക് നിൽക്കാൻ പറ്റൂല. ഒരു ജോലിക്ക് ചേർന്നാൽ 2 ദിവസം മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരൊക്കെ ഒരു പണിക്ക് വെച്ചുകൊണ്ടുങ്ങൾ ഒരു പണിയെടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ മണിപ്പൂരിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. കാരണം നമ്മളെ ചെറുപ്പക്കാർക്ക് എന്താ വെച്ചാൽ നിന്നിട്ട് ഒരു അരമണിക്കൂർ അധ്വാനിക്കുമ്പോഴേക്കും എന്താ വെച്ചാൽ ഇത് ശരിയാവില്ല. കാരണം പുതിയ തലമുറയെ കുറിച്ച് നിങ്ങൾ നല്ലോണം പഠിക്കണം. ആ പുതിയ തലമുറക്ക് നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ അവർക്ക് നമ്മൾ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ സമൂഹത്തിൽ അവർക്കൊന്നും നിലനിൽക്കാൻ പറ്റൂല, ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റൂല, ഒരു ജോലിയിൽ നിൽക്കാൻ പറ്റൂല. ഞാൻ വെറുതെ പറയല്ല, അത് വന്ന് ഇരുന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോട്ടലിൽ ചെന്നപ്പോൾ, ഒരു പിന്നെ ലോഡ്ജൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു കോണിക്കൂടുണ്ട്. അതിൻ്റെ ചുവട്ടിലുണ്ട് 5-6 ആൾക്കാർ കസേരട്ടിരിക്കണം. അപ്പോൾ എന്താ 5-6 ആൾക്കാർ കസേരട്ട് മൊബൈൽ നോക്കിയിരിക്കണം. ശമ്പളം വാങ്ങുന്ന ആൾക്കാർ ഒഴിഞ്ഞു പോയിരുന്നുകാട്ട്. ഞാൻ പറയണേ വൈകുന്നേരം ശമ്പളം കൊടുക്കുന്ന ആൾക്കാരാണ്, പൈസ വാങ്ങുന്ന ആൾക്കാരാണ്. ഓലിങ്ങനെ തൽക്കാലം ആ മാനേജർ കാണാതെ ആ കോണിക്കൂടിൻ്റെ ചുവട്ടിൽ ഇരുന്നുകാട്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുകയാണ്. ഓരോ പണി സ്ഥലത്ത് നിന്ന് വന്നിട്ട് എപ്പോഴെങ്കിലും ആ പിന്നെ മാനേജർ തല കണ്ടാൽ ഓല് നീച്ച് ഓടും, ഓലെ പണിക്ക് പോകും. ഞാൻ പറഞ്ഞാൽ പുതിയൊരു തലമുറ വളർന്നു വരുന്നതിൻ്റെ പുതിയ ചിത്രമാണ് ഈ കാണുന്നത്. കുറച്ച് നമ്മളൊന്ന് മനസ്സ് വെച്ച് ചിന്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അപകടങ്ങൾ ഉണ്ടാവുന്നതാണ്.